ഹരി ഓം. ഇന്ന് ശ്രീമദ് നാരായണീയം 45-ാം ദശകം ഭഗവാന്റെ ബാലലീലയാണ് വർണ്ണിക്കുന്നത്. മാലിനി വൃത്തം 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം. ഐ സബലമുരാരേ പാണിജാനു പ്രചാരൈ കിമപി ഭവന ഭാഗാൻ ഭൂഷയന്തൗ ഭവന്തൗ ചലിതചരണകഞ്ചൗ മഞ്ജുമഞ്ജീരശിഞ്ചാശ്രവണകുതുകഭാജൗ ചേരതുശ്ചാരുവേഗാത്. അർത്ഥം: ഐ സബല മുരാരേ, ബലരാമനോടുകൂടിയ കൃഷ്ണ, ഭവന്തൗ പാണിജാനുപ്രചാരൈഹി ഭവനഭാഗാൻ കിമപി ഭൂഷയന്തൗ, നിങ്ങൾ രണ്ടുപേരും മുട്ടുകുത്തി നടന്നുകൊണ്ട് ഭവനത്തിൻ്റെ അതതു പ്രദേശങ്ങളെ എന്തെന്നറിവില്ലാതെ മോടി പിടിപ്പിക്കുന്നവരും മഞ്ജുമഞ്ജീര ശിഞ്ചാശ്രവണ കുതുകഭാജൗ, രസകരമായ തളക്കിലുക്കം കേൾക്കാനുള്ള കൊതി കൊണ്ട് ചലിതചരണകഞ്ചൗ, കാലടിത്താരുകൾ ഇട്ടിളക്കുന്നവരുമായിട്ട് വേഗാത്, ചാരു ചേരതുഹു, ചന്തത്തിൽ തെരുതെരെ മണ്ടി നടന്നു. രണ്ടാമത്തെ ശ്ലോകം. മൃദു മൃദു വിഹസന്താവുന്മിഷദ്ദന്തവന്തൗ വദനപതിതകേശൗ ദൃശ്യപാദാബ്ജദേശൗ ഭുജഗളിതകരാന്തവ്യാലകത്കങ്കണാംഗൗ മതിമഹരതമുച്ഛൈ പശ്യതാം വിശ്വനൃണാ. അർത്ഥം: മൃദു മൃദു വിഹസന്തൗ ഉന്മിഷദ്ദന്തവന്തൗ, മന്ദഹാസം പൊഴിക്കുന്നവരും അപ്പോൾ തെളിഞ്ഞു കാണുന്ന പല്ലുകൾ ഉള്ളവരും, വദനപതിത കേശൗ, മുഖത്തേക്ക് അഴിഞ്ഞു വീണ തലമുടിയോടുകൂടിയവരും, ദൃശ്യപാദാബ്ജദേശൗ, കൺനിറയെ കാണുവാൻ വകയുള്ള കാലുകളുടെ ഉള്ളനടികൾ ഉള്ളവരും, ഭുജഗളിതകരാന്തവ്യാലകത്കങ്കണാംഗൗ, കൈത്തണ്ടകളിന്മേൽ നിന്ന് ഊർന്ന് മണിക്കണ്ടത്തിൽ ചെന്ന് തങ്ങി നിൽക്കുന്ന കൈവളകളോടുകൂടിയവരുമായിട്ട് നിങ്ങൾ രണ്ടുപേരും പശ്യതാം വിശ്വനൃണാം മതിം ഉച്ചൈഹി അഹരതം, കാണികളായ സകല ജനങ്ങളുടെയും അന്തഃകരണത്തെ അങ്ങേയറ്റത്തോളം ആകർഷിച്ചു കളഞ്ഞു. മൂന്നാമത്തെ ശ്ലോകം. അനുസരതി ജനൗഘേ കൗതുകവ്യാകുലാക്ഷേ കിമപി കൃതനിനാദം വ്യാഹസന്തൗ ദ്രവന്തൗ വലിതവദനപദ്മം പൃഷ്ടതോ ദത്തദൃഷ്ടി കിമിവ ന വിദധാതേ കൗതുകം വാസുദേവ. അർത്ഥം: ജനൗഘേ, ഗോപന്മാരും ഗോപിമാരുമാകുന്ന ജനസമൂഹം കൗതുക വ്യാകുലാക്ഷേ അനുസരതി സതി, കൗതുക പരവശമായ നോട്ടത്തോടെ പിടിപ്പാൻ ചെല്ലുമ്പോൾ, കിമപി കൃത നിനാദം വ്യാഹസന്തൗ ദ്രവന്തൗ, എന്തോ ഒരൊച്ച പുറപ്പെടുവിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കുതിച്ചു മണ്ടുന്നവരും, വലിതവദനപദ്മം പൃഷ്ഠതഃ ദത്തദൃഷ്ടി, മുഖകമലം വെട്ടിത്തിരിച്ച് പിന്നിലേക്ക് ഉറ്റുനോക്കുന്നവരുമായ വാസുദേവ, വസുദേവപുത്ര, യുവാം കിം ഇവ കൗതുകം ന വിദധാഥേ, നിങ്ങൾ രണ്ടുപേരും കാണികൾക്ക് എന്തൊരു കൗതുകത്തെ തന്നെ ഉളവാക്കിയില്ല. നാലാമത്തെ ശ്ലോകം. ദ്രുതഗതിഷു പതന്താവുത്ഥിതൗ ലിപ്തപങ്കൗ ദിവി മുനിഭിരപങ്കൈ സസ്മിതം വന്ദ്യമാനൗ ദ്രുതമഥ ജനനീഭ്യാം സാനുകമ്പം ഗൃഹീതൗ മുഹുരപി പരിരബ്ധൗ ദ്രാഗ്യുവാം ചുംബിതൗ ച. അർത്ഥം: ദ്രുതഗതിഷു, അങ്ങനെ കുതിച്ചു മണ്ടുമ്പോൾ, പതന്തൗ ഉത്ഥിതൗ, തടഞ്ഞു വീഴുന്നവരും പെട്ടെന്ന് തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റവരും, ലിപ്തപങ്കൗ, മേലൊക്കെ അഴുക്കു പുരണ്ടവരും, ദിവി അപങ്കൈഹി മുനിഭിഹി,
ആകാശചാരികളായ അഴുക്കേശാത്ത മഹർഷിമാർ സസ്മിതം വന്ദ്യമാനൗ യുവാം പുഞ്ചിരിയോടെ വന്ദിക്കുന്നവരുമായ നിങ്ങൾ രണ്ടുപേരും അഥ ദ്രുതം ജനനീഭ്യാം സാനുകമ്പം ഗൃഹീതൗ അപ്പോഴേക്കും ഓടിയെത്തി അമ്മമാർ രോഹിണിയും യശോദയും അനുകമ്പയോടെ കടന്നെടുത്ത് ദ്രാക് പരിരബ്ധൗ മുഹുഹു അപി ചുംബിതൗ ച അഭൂതം എടുത്തപടിയെ അണച്ചു പുൽകിയിട്ട് തെരുതെരെ അമ്മമാരാൽ ചുംബിക്കപ്പെട്ടവരായിട്ട് ഭവിച്ചു. 5ാമത്തെ ശ്ലോകം. സ്നുതകുച ഭരമംഗേ ധാരയന്തി ഭവന്തം തരളമതി യശോദാസ്തന്യദാ ധന്യധന്യാ കപടപശുപമധ്യേ മുഗ്ധഹാസാങ്കുരം തേ ദശനമുകുളഹൃദ്യം വീക്ഷ്യ വക്ത്രം ജഹർഷ. അർത്ഥം: സ്നുതകുജഭരം ധന്യധന്യായ യശോദ, സ്തനങ്ങൾ ചുരത്തവേ അതിഭാഗ്യവതിയായ യശോദ, ഭവന്തം അംഗേ ധാരയന്തി തരളമതി സ്തന്യത, അങ്ങേ മടിയിലെടുത്തു വെച്ച് വാത്സല്യാതിരേകത്താൽ കിടന്നു തുളുമ്പുന്ന മനസ്സോടുകൂടി മുല തരുമ്പോൾ, മധ്യേ കപടപശുപതേ മുഗ്ധഹാസാങ്കുരം ദശമുകുള ഹൃദ്യം വക്ത്രം വീക്ഷ്യ ജഹർഷ. ഇടയ്ക്കിടെ, അല്ലയോ അയഥാർത്ഥ ഗോപാലബാല, കപട പശുപ, അങ്ങയുടെ ചന്തമിയെന്ന ചെറുപുഞ്ചിരി കലർന്നതും ഒന്നിച്ചു വരുന്ന പല്ലുകളാൽ കൗതുകജനകവുമായ മുഖത്തെ നോക്കി പരമാനന്ദമടഞ്ഞു. 6ാമത്തെ ശ്ലോകം. തദനു ചരണചാരീ ദാരകൈ സാഗമാരാ നിലയതതിഷുഖേലൻ ബാലചാപല്യശാലീ ഭവനശുകവിലാളാൻ വത്സകാംശ്ചാനുധാവൻ കഥമപി കൃതഹാസൈർഗോപകൈർവാരിതോ ഭൂ. അർത്ഥം: തദനുചരണചാരി, പിന്നീട് നടന്നു തുടങ്ങിയപ്പോൾ, ആരാത് നിലയതതിഷു ധാരകൈഹി സാഗം ഖേലൻ, അയൽ വീടുകളിലും മറ്റും കുട്ടികളുമായി പല കളികളും കളിക്കവേ, ബാലചാബല്യശാലി, കൗതുകം തോന്നിക്കുന്ന പല വികൃതികളും കാട്ടുന്ന അവിടുന്ന്, ഭവനശുകവിലാളാൻ വത്സകാഞ്ച അനുധാവൻ, വളർത്തു തത്തകളെയും പൂച്ചകളെയും കന്നുകുട്ടികളെയും ഓടിച്ചെന്ന് പിടിക്കാൻ തുടങ്ങവേ, ഗോപകൈഹി കൃതഹാസൈഹി സദ്ഭിഹി കഥമപി വാരിതഃ അഭൂഹു, ഗോപന്മാർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നന്നേ ഞെരുങ്ങി കടന്നു തടഞ്ഞു. 7ാമത്തെ ശ്ലോകം. ഹലധരസഹിതസ്ത്വം യത്ര യത്രോപയാതോ വിഭശപതിതനേത്രാസ്തത്ര തത്രൈവ ഗോപ്യ വിഗളിതഗൃഹകൃത്യാ വിസ്മൃതാപത്യഭൃത്യാ മുരഹരമുഹുരത്യന്താകുലാ നിത്യമാസൻ. അർത്ഥം: മുരഹര ത്വം ഹലധരസഹിതഃ, അല്ലയോ മുരാരേ വിഷ്ണു, അവിടുന്ന് ഹലായുധനും അതായത് ബലരാമനും ഒത്ത്, യത്ര യത്ര ഉപയാതഃ തത്ര തത്ര ഏവ, എവിടേക്കെല്ലാം ചെന്നണഞ്ഞുവോ അവിടേക്കെല്ലാം തന്നെ, വിവശപതിതനേത്ര ഗോപ്യഃ, പാരവശ്യത്തോടെ കണ്ണു നട്ട ഗോപികമാർ, വികളിത ഗൃഹകൃത്യാഹ, വീട്ടുവേലകൾ ചെയ്യാതെ വിട്ടവരും, വിസ്മൃതാപത്യഭൃത്യ, മക്കളെയും ഭൃത്യജനങ്ങളെയും ഒക്കെ മറന്നവരുമായിട്ട്, നിത്യം മുഹുഹു അത്യന്താകുല ആസൻ, എന്നും അടിക്കടി മേൽക്കുമേൽ പരവശകളായിത്തീർന്നു. 8ാമത്തെ ശ്ലോകം. പ്രതിനവനവനീതം ഗോപികാ ദത്തമിച്ഛൻ കളപതമുപഗായൻ കോമളം ക്വാപി നൃത്യൻ സദയ യുവതിലോകൈരർപ്പിതം സർപ്പിരശ്നൻ
ക്വചന നവവിപക്വം ദുഗ്ധമപ്യാപിപസ്ത്വം. അർത്ഥം: ഗോപികാദത്തം പ്രതി നവനവനീതം ഇച്ഛൻ, ഗോപസ്ത്രീകൾ കൊടുത്ത പുതുവെണ്ണ കൊതിച്ച്, ക്വാപി കളപദം ഉപഗായൻ കോമളം നൃത്യൻ, ചിലയിടത്ത് അഥവാ ചില സമയത്ത് മധുരപദങ്ങളായ പാട്ടുകൾ പാടി ചന്തത്തിൽ നൃത്തം വയ്ക്കുകയും, ക്വചന സദയ യുവതി ലോകൈഃ അർപ്പിതം സർപ്പിഃ അശ്നൻ, മറ്റു ചിലയിടത്ത് അല്ലെങ്കിൽ മറ്റു ചില സമയത്ത് കനിവിയെന്ന ആയർ പെൺകിടാങ്ങൾ കൊണ്ടുവന്നു കൊടുത്ത നെയ്യ് അകത്താക്കവേ, നവവിപക്വം ദുഗ്ധം അപിത്വം ആപിപ, അപ്പോൾ കാച്ചിയ ചുടുപാൽ വാങ്ങിക്കുടിക്കുകയും അവിടുന്ന് ചെയ്തു. 9ാമത്തെ ശ്ലോകം. മമ ഖലു ബലിഗേഃ യാചനം ജാതമാസ്താമിഹ പുനരബലാനാമഗ്രതോ നൈവ കുർവേ ഇതി വിഹിതമതിഃ കിം ദേവഃ സന്ത്യജ്യ യാജ്ഞാം ദധിഘൃതമഹരസ്ത്വം ചാരുണാചോരണേന. അർത്ഥം: ബലിഗേഃ യാചനം മമ ജാതം ഖലു ആസ്താം, മഹാബലിയുടെ അടുത്ത് യാചിക്കുക എന്ന കാര്യം എനിക്ക് വേണ്ടി വരിക തന്നെ ചെയ്തു. അതിരിക്കട്ടെ. ഇഹ പുനഃ അബലാനാം അഗ്രതഃ ന ഏവ കുർവേ, ഇവിടെയാകട്ടെ ഈ പെണ്ണുങ്ങളുടെ മുമ്പിൽ ഞാൻ അത് ചെയ്യുകയേയില്ല. ഇതി വിഹിതമതിഃ കിം, ഇങ്ങനെ ഉള്ളിൽ ഉറച്ചിട്ടാണോ? ദേവ ത്വം യാജ്ഞാം സന്ത്യജ്യ ചാരുണാചോരണേന ദധിഘൃതം അഹരഃ, ദേവ അവിടുന്ന് യാചനം ചെയ്യുവാനൊരുങ്ങാതെ വിദഗ്ധമായ മോഷണം വഴി ഗവ്യങ്ങൾ കവരാൻ തുടങ്ങിയത്. 10ാമത്തെ ശ്ലോകം. തവ ദധിഘൃതമോഷേ ഘോഷയോഷാ ജനാനാം അഭജത ഹൃദി രോഷോ നാവകാശം ന ശോക ഹൃദയമപി മുഷിത്വാ ഹർഷസിന്ധൗ ന്യഥാസ്ത്വം സ മമ ശമയ രോഗാൻ വാതഗേഹാധിനാഥ. അർത്ഥം: തവ ദധിഘൃതമോഷേ, അങ്ങയുടെ തൈരും നെയ്യും അതായത് ഗവ്യമോഷണ വിഷയത്തിൽ ഘോഷയോഷ ജനാനാം ഹൃദി, അമ്പാടിയിലെ സ്ത്രീജനങ്ങളുടെ മനസ്സിൽ ന രോഷഃ ന ശോകഃ അവകാശം അഭജത, കോപത്തിനുമുണ്ടായില്ല താപത്തിനുമുണ്ടായില്ല ഇടം കിട്ടൽ. ത്വം ഹൃദയം അഭിമുഷിത്വാ ഹർഷസിന്ധൗ ന്യഥാ, എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് അവരുടെ ഹൃദയത്തെ കൂടിയും കവർന്ന് സന്തോഷസാഗരത്തിൽ ഇട്ടുകളഞ്ഞു. വാതഗേഹാധിനാഥ, ഗുരുവായൂരപ്പ, സഹ ത്വം മമ രോഗാൻ ശമയ, ഇങ്ങനെയുള്ള അവിടുന്ന് ഈ ഉള്ളവൻ്റെ രോഗങ്ങൾക്ക് ശമനം വരുത്തിത്തരേണമേ. ഈ ദശകത്തിലെ പ്രതിപാദ്യ വിഷയം ഭഗവാന്റെ ബാല്യലീലയാണ്. ഭാഗവതത്തിലെ 10ാം സ്കന്ധം 8ാം അധ്യായത്തിലെ 21ാം ശ്ലോകം തൊട്ട് ഇത് തുടങ്ങുന്നു. കേവലം 11 ശ്ലോകമാണ് ഇതിന് അവലംബമായ ഭാഗവത ഭാഗം. ഭഗവാന്റെ ബാല്യലീല അതായത് ബാല്യകാലത്തിലെ വർണ്ണനയാണ് ഈ ദശകത്തിൽ നന്നായി പ്രതിപാദിച്ചിരിക്കുന്നത്. ബാല്യകാലത്തിലെ ഭഗവാന്റെ സൗന്ദര്യവും അതുപോലെ ഗവ്യമോഷണം തുടങ്ങിയ ഭഗവാന്റെ വികൃതികളും കുസൃതികളും ഇതിൽ വർണ്ണിച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണാൻ കഴിയുന്ന ഗോപന്മാരുടെയും ഗോപസ്ത്രീകളുടെയും അതുപോലെ യശോദ, രോഹിണി തുടങ്ങിയ അമ്മമാരുടെയും സൗഭാഗ്യം പരമാനന്ദത്തെയും നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നു.